Finally, it's happening, man. Social media is going to paid subscription models. Twitter launches its premium subscription, Twitter Blue, initially in Canada and Australia. വെയിറ്റ്, നീ സബ്സ്ക്രിപ്ഷൻ സർവീസ് പറഞ്ഞ ട്വിറ്റർ ആണോ? ഇപ്പോ ട്വിറ്റർ സബ്സ്ക്രിപ്ഷൻ സർവീസ് സ്റ്റാർട്ട് ചെയ്തോ? Exactly. ഓ മൈ ഗോഡ്, ദാറ്റ് ഈസ് എ ന്യൂ ന്യൂസ്. ട്വിറ്റർ ഇനി തൊട്ട് യൂസ് ചെയ്യാൻ കാശ് കൊടുക്കണമെന്നല്ല, പക്ഷെ ഇവഞ്ച്വലി അങ്ങനെ ഒരു മോഡലിലേക്ക് അവർ വരും. കാരണം എന്താന്ന് പറഞ്ഞാൽ ദർ ഈസ് എ ലോട്ട് ഓഫ് ബസ് അറൌണ്ട് പ്രൈവസി ദീസ് ഡേയ്സ്. കാരണം എല്ലാ സോഷ്യൽ മീഡിയയും ചെയ്യുന്ന എന്താ, നമ്മളുടെ ഡാറ്റ എടുക്കും, വേറൊരാൾക്ക് കൊടുക്കും, അവരതിനെ വിറ്റ് കാശാക്കും. അറ്റ് ദ എൻഡ് നമ്മൾ അവരുടെ പ്രൊഡക്റ്റ് ആയിട്ടാണ്. ഒരുവിധം ആപ്പിന്റെ ഇപ്പൊ ഫേസ്ബുക്ക് ആയാലും ഇൻസ്റ്റാഗ്രാം ആയാലും ഈ പറഞ്ഞ പോലെ ട്വിറ്റർ ആയാലും എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിന്റെയും അവസ്ഥ ഏകദേശം സെയിം ആണ്. അവർക്ക് റവന്യൂ അഡ്വർടൈസ്മെന്റ്സിൽ നിന്നാണ് എക്സാക്ട്ലി. അപ്പോ ഞാൻ ഇത് പണ്ടും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ബേസിക് ഇന്റർനെറ്റിന്റെ വർക്കിംഗ് മെത്തേഡ് തന്നെ അതാണ്. A lot of content in internet is actually free. അതെങ്ങനെയാണ് ഫ്രീ ആയി നിൽക്കുന്നത്? google.com അടിച്ചാൽ google.comന്റെ സെർവർ ഹാസ് ടു റൺ സംവെയർ. അതിപ്പോ ഞാനോ നീയോ സെർച്ച് ചെയ്യുന്ന അതേ ടൈമിൽ തന്നെ ലക്ഷക്കണക്കിന് ആൾക്കാർ അതേ സെർവർ ആക്സസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. ആൻഡ് ഈച്ച് ആൻഡ് എവറി സെർച്ച് റിസൾട്ട് ഈസ് എ ന്യൂ വെബ് പേജ്. ജസ്റ്റ് തിങ്ക് അബൌട്ട് ഇറ്റ്. അപ്പോ ഗൂഗിളിന് അത്രയും റിസോഴ്സസ് വേണം, അത്രയും വലിയ വലിയ സെർവേഴ്സ് റൺ ചെയ്യണമെങ്കിൽ പവർ വേണം, അതുപോലെ ബാൻഡ് വിഡ്ത്ത് വേണം. ഇതൊക്കെ സപ്ലൈ ചെയ്യാൻ ആരും ഒന്നും ഫ്രീ ആയിട്ട് കൊടുക്കണില്ലല്ലോ. ആരുടെങ്കിലും പർച്ചേസ് ചെയ്യുന്ന വേണ്ടേ? ഈ പർച്ചേസ് ചെയ്യാൻ അവർക്ക് പൈസ ഇടുന്ന നമ്മൾക്ക് അഡ്വർടൈസ്മെന്റ് കാണിക്കാൻ വേണ്ടി മറ്റുള്ള കമ്പനികളുടെ അടുത്തുനിന്ന് ഒരു കാശ് വന്നു. അങ്ങനെയാണ് ഈ ഇന്റർനെറ്റിന്റെ ഒരു ബേസിക് വർക്കിംഗ് മെത്തേഡ്. അല്ലെങ്കിൽ ഓക്കെ, നിങ്ങളുടെ ഡാറ്റ ഞങ്ങൾക്ക് വേണ്ട, നിങ്ങളൊരു കാര്യം ചെയ്തേക്ക്, ഞങ്ങളുടെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് നിങ്ങൾ കവർ ചെയ്താൽ മതി പെർ യൂസർ. അതാണ് ഈ പെയ്ഡ് സബ്സ്ക്രിപ്ഷൻ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച ചോദ്യം ഇതാണ്, വുഡ് യു പേ ടു യൂസ് ആൻ ആപ്ലിക്കേഷൻ ഫോർ ദ സേക്ക് ഓഫ് പ്രൈവസി? അപ്പൊ ഇതിലിപ്പോ പ്രൈവസിയുടെ ഒക്കെ ആസ്പെക്ട് എന്താന്ന് എനിക്ക് അറിയില്ല, പക്ഷെ ഒരുപാട് പേര് ഇതിലേക്ക് അട്രാക്റ്റഡ് ആവാൻ സാധ്യതയുണ്ട്. ബിക്കോസ് വാട്ട് കമ്പനീസ് ടിപ്പിക്കലി ഡു, they will charge you a subscription and they will collect less data from you. Not that you are exempt. They will still collect data, but they will collect less data from you. ഇവര് ഈ സബ്സ്ക്രിപ്ഷനിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് നമുക്ക് തരുന്നത്? മെയിൻ ഫീച്ചർ ആയിട്ട് ഇതിൽ എന്താ പറയണെന്ന് പറഞ്ഞാല്, ക്ലട്ടർ ഫ്രീ ആയിട്ട് നമ്മൾക്ക് ത്രെഡ്സ് റീഡ് ചെയ്യാനും ബുക്ക് മാർക്സ് ഓർഗനൈസ് ചെയ്യാനും ട്വീറ്റ് അൺഡു ചെയ്യാനുള്ള ഫീച്ചർ. തേർഡ് ഫീച്ചർ ആണ് ഇമ്പോർട്ടന്റ്, which is the closest thing to long requested edit button എന്നാണ് പറയുന്നത്. സോ നമുക്ക് എന്തെങ്കിലും ഒരു ടൈപ്പോ എറർ വന്നു കഴിഞ്ഞാൽ അത് എഡിറ്റ് ചെയ്യുന്നേക്കാളും അൺഡു ചെയ്ത് വീണ്ടും നമ്മളൊരു ട്വീറ്റ് പോസ്റ്റ് ചെയ്യാം. അതാണ് ഇപ്പോ കോംപ്ലക്സ് ബട്ട് യൂസ്ഫുൾ. പക്ഷെ ഇതിപ്പോ കാനഡയിലും ഓസ്ട്രേലിയയിലും മാത്രമേ വന്നിട്ടുള്ളൂ ഇനീഷ്യലി. കാനഡയില് $3.7 ഓസ്ട്രേലിയയില് $4.7 ആണ് സബ്സ്ക്രിപ്ഷൻ ചാർജസ്. അതുപോലെ ട്വിറ്റർ അക്വയർസ് ഡിസ്ട്രാക്ഷൻ ഫ്രീ റീഡിംഗ് സർവീസ്. ഈ ഡിസ്ട്രാക്ഷൻ ഫ്രീ റീഡിംഗ് എന്നുള്ളത് ഓൾറെഡി നമ്മുടെ ഫയർഫോക്സിലൊക്കെ എക്സ്റ്റൻഷൻ രൂപത്തിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. സോ കൂടുതൽ ഗ്രാഫിക്സ് അല്ലെങ്കിൽ അഡ്വർടൈസ്മെന്റ്സ് ഇല്ലാതെ റീഡ് മോഡ് പോലെ. അതെ, ഉണ്ടാവും, ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം ഉണ്ടാവും, ബട്ട് ഇറ്റ് വിൽ ബി ഇൻ ദ ബാക്ക്ഗ്രൗണ്ട്, ബ്ലർഡ് ഓർ ഡിംഡ്, ആൻഡ് ദിസ് വിൽ ബി in the foreground, visible to us in a better way. Twitter Blue. ബുക്ക്മാർക്ക് ഫീച്ചറിൽ നമുക്ക് അഡീഷണൽ ഫോൾഡേഴ്സും ഉണ്ടാക്കാൻ സൗകര്യമുണ്ട്. സോ നമുക്ക് ഇപ്പം എന്തെങ്കിലും ഒരു ത്രെഡ് ബുക്ക്മാർക്ക് ചെയ്യണമെങ്കിൽ അപ്പോൾ നമ്മൾ അത് കാറ്റഗറൈസ് ചെയ്ത് നമുക്ക് ആ ഫോൾഡറിൽ ഇടാന്നുള്ള ഒരു സൗകര്യമാണ് ഈ ബുക്ക്മാർക്കിന് പുതിയ ഫീച്ചർ കൊണ്ടുവന്നിരിക്കുന്നത്. Distraction-free reading service that cleans up new articles by removing ads and other clutter for a better reading experience. Ads complete ആയിട്ട് പോകും. ഇപ്പോൾ ആൾക്കാരൊക്കെ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാല്, ട്വിറ്ററിൽ ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് വരുന്നുണ്ട്. യൂഷ്വലി ആൾക്കാർ ഒരു തേർഡ് പാർട്ടി ആപ്പിലേക്ക് പോവുകയാണ് പതിവ്. ത്രെഡ് റീഡർ അല്ലെങ്കിൽ അതുപോലെ ഏതെങ്കിലും ഒരു ആപ്പ് എടുത്തിട്ട് ട്വിറ്റർ യൂസ് ചെയ്യണം പതിവ്. നീ ഒരു തേർഡ് പാർട്ടി ആപ്പ് യൂസ് ചെയ്യുന്നുണ്ടോ ട്വിറ്ററിന്? ഞാനിപ്പോ അതാണ് ആലോചിക്കുന്നത്. കാരണം I like Twitter the way it is right now. പിന്നെ ഇതിപ്പോ യൂസ് ചെയ്ത് നോക്കിയാലല്ലാതെ എനിക്കിപ്പോ ഒന്നും പറയാൻ പറ്റില്ല. നിന്റെ അഭിപ്രായം എന്താ? I too feel the same. അത് ആവശ്യപ്പെടുന്നവർ എന്തായാലും ഈ സബ്സ്ക്രിപ്ഷൻ എടുക്കും എന്നാണ്
അവരും വിശ്വസിക്കുന്നത്. Twitter plans to double its revenue by 2023 to reach 315 million daily users. ആൾക്കാർ ട്വിറ്റർ ബ്ലൂയിലേക്ക് സ്വിച്ച് ചെയ്യുകയാണെങ്കിൽ കമ്പനിക്ക് അത് ഹ്യൂജ് റവന്യൂ ആണ്. കാരണം എന്താന്ന് പറയട്ടെ, ഒരു ദിവസം ശരാശരി വേൾഡ് വൈഡ് ട്വിറ്റർ ഉപയോഗിക്കുന്ന ആൾക്കാരുടെ എണ്ണം ഇറ്റ്സ് ക്ലോസ് ടു 175 മില്യൺ. 175 മില്യണില് വെറും 1 മില്യൺ ആൾക്കാർ ഈ പറഞ്ഞ മാതിരി $3.75 കൊടുക്കുകയാണെങ്കിൽ പൈസ എത്രയും ചില്ലറ റവന്യൂ ആണത്. വെറും 1% 2% ആൾക്കാർ സ്വിച്ച് ചെയ്താൽ പോലും അവർക്ക് ഹ്യൂജ് പ്രോഫിറ്റ്സ് ആണ് കിട്ടുന്നത്.